നമസ്കാരം. പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകൾ അപ്രതീക്ഷിതമായി റദ്ദാക്കിയതിന് പിന്നാലെ ഇറാൻ പുതിയ വാഗ്ദാനവുമായി തന്നെ സമീപിച്ചു എന്ന് തള്ളലുമായി എത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പാകിസ്ഥാനിലേക്ക് തിരിക്കാനിരുന്ന നയതന്ത്ര പ്രതിനിധികളുടെ യാത്ര റദ്ദാക്കി 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇറാൻ പുതിയ നിർദ്ദേശങ്ങൾ അടങ്ങിയ രേഖകൾ കൈമാറി എന്നാണ് ട്രംപിന്റെ അവകാശവാദം. അവർ ഒരുപാട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും മതിയാകില്ല. ഇതായിരുന്നു ഫ്ലോറിഡയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കെ ട്രംപിന്റെ പ്രതികരണം. ഇറാൻ ആദ്യം നൽകിയ രേഖകൾ തൃപ്തികരമല്ലായിരുന്നുവെന്ന് ട്രംപ് വിശദീകരിക്കുന്നു. എന്നാൽ ചർച്ചയിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് അമേരിക്ക പ്രഖ്യാപിച്ചതോടെ അവരങ്ങ് പേടിച്ചുപോയി. മിനിറ്റുകൾക്കകം കൂടുതൽ മെച്ചപ്പെട്ട മറ്റൊരു നിർദ്ദേശം ഇറാൻ മുന്നോട്ട് വെച്ചു എന്നാണ്. അതായത് ആദ്യത്തേതിനേക്കാൾ മികച്ചതായിരുന്നു രണ്ടാമത്തെ രേഖയെന്ന്. പക്ഷേ തങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് അവർ അങ്ങോട്ട് എത്തിയിട്ടില്ല എന്നാണ് ട്രംപിന്റെ നിലപാട്. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഈ പെട്ടെന്നുള്ള ഒരു മാറ്റം അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങളുടെ ഫലമായി ഉള്ളതാണ് എന്നതാണ് ട്രംപിന്റെ അവകാശവാദം. ഏതായാലും ഇറാൻ ഭരണകൂടത്തിനുള്ളിൽ കടുത്ത ആഭ്യന്തര കലഹം നടക്കുന്നുണ്ട് എന്ന് ഗുരുതരമായ ആരോപണവും ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. അവിടെ ആർക്കാണ് ഭരണത്തിന്റെ നിയന്ത്രണമെന്ന് അവർക്ക് പോലും അറിയില്ല. നേതൃത്വത്തിനായി അവർ പരസ്പരം പോരടിക്കുകയാണ്. അവിടെ ആരാണോ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്നും അവരുമായി താൻ ഇടപെടുമെന്ന് ട്രംപ് പരിഹസിച്ചു. ഇറാൻ നേതൃത്വത്തിലെ ഈ ആശയക്കുഴപ്പമാണ് ചർച്ചകൾ നീണ്ടുപോകാൻ കാരണമെന്നാണ് അമേരിക്കയുടെ വാദം. എന്തായാലും പാകിസ്ഥാന് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ, പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവരുമായി ഇറാൻ വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് അമേരിക്കൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ചയ്ക്ക് ഇറാൻ തയ്യാറാകാതെ വന്നതോടെ ജാരഡ് കുഷ്നർ, സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരുടെ യാത്ര ട്രംപ് സ്വാഭാവികമായും റദ്ദാക്കിയത്. നേരിട്ടുള്ള ചർച്ചകൾക്ക് പകരം പാകിസ്ഥാൻ വഴി സന്ദേശങ്ങൾ കൈമാറുന്ന രീതിയിലാണ് ഇറാൻ താല്പര്യപ്പെടുന്നത്. എന്തായാലും സമ്പുഷ്ടീകരിച്ച യുറേനിയൻ പൂർണ്ണമായും വിട്ടു നൽകണമെന്ന അമേരിക്കയുടെ ആവശ്യം ഇറാൻ ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. കൂടാതെ ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കടത്ത് തടസ്സമില്ലാതാകുമെന്നുള്ള ഉറപ്പും വേണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നേരത്തെയുള്ള ചർച്ചകൾക്ക് പിന്നാലെ തങ്ങൾ ആക്രമിക്കപ്പെട്ടത് ചൂണ്ടിക്കാട്ടിയായിരുന്നു അമേരിക്ക വിശ്വസിക്കാൻ സാധിക്കില്ല എന്ന നിലപാട് ടെഹ്റാൻ കൈക്കൊണ്ടത്. സമാധാനത്തിനുള്ള വാതിലുകൾ അടഞ്ഞിട്ടില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറയുമ്പോഴും പരസ്പര വിശ്വാസമില്ലായ്മയാണ് ഈ ചർച്ചകളെ മനഃപൂർവ്വമായി തളർത്തി കളയുന്നത്. ട്രംപിന്റെ കടുത്ത നിലപാടുകളും ഇറാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപവുമാണ് ഈ പ്രശ്നങ്ങൾക്ക് വലിയ ഒരു വാതിലുകൾ ഉണ്ടാക്കുന്നത്. എന്തായാലും യുദ്ധം ഇനി എവിടെ എത്തും, ചർച്ചകൾ ഇനി എവിടെ എത്തും എന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.